ഇവിടെ ആവോലി വരുന്നത് കണ്ടില്ലേ? എന്താണ് ആ പെടയ്ക്കണ നല്ല സാധനം കണ്ട? എന്താണ് ആ പെടല്ലേ? ഇതുകൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കണം നാളെ. എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നൊരു ബിരിയാണിയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലൊരു ഫിഷ് ബിരിയാണി. ഈ ഫിഷിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചൂണ്ടിട്ട് പിടിച്ച ഒരു ആവോലി ബിരിയാണിയാണ് നമ്മളിവിടെ വയ്ക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും? എന്തായാലും ബിരിയാണി വയ്ക്കുന്നത് ഞാനല്ല കേട്ടോ. ബിരിയാണി വയ്ക്കാൻ നല്ലൊരാളുണ്ട്. അപ്പോൾ തുടങ്ങിയാലും നമുക്ക് ഫിഷ് വറുക്കാനുള്ള പരിപാടികൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് മീനുള്ള മസാല റെഡിയാക്കി വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ് ഒക്കെ കൂടി കണ്ട് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കണ്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ആവോലിങ്ങനെ വലിച്ചിട്ടിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. എന്താണ് ആ കളറല്ലേ? നമുക്ക് റെഡ് കളറിനോട് ഭയങ്കര താല്പര്യമാണ്. അത് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിങ്ങനെ ഒരു ഹാഫ് ആവണവരെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മൊരിയട്ടെ. നമുക്കിത് കുറച്ച് ഒരു ഹാഫ് വേവിൽ എടുക്കണം, എന്നാലേ ദമ്മിട്ട് വരുമ്പോൾ അതുകൊണ്ട് ക്ലിയർ ആവുള്ളൂ. നമ്മളെ വെപ്പുകാരനാരാന്ന് പറഞ്ഞല്ലോ. വെപ്പുകാരൻ നമ്മളെ സ്വന്തം ഏട്ടൻ കാരണവരാണ്. ആൾ പ്രൊഫഷണലാണ്, നമ്മളെ മാതിരിയൊന്നുമല്ല. പിന്നെ തികച്ചും ഒരാൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മസാലയ്ക്കുള്ള പരിപാടി നോക്കാം. ബിരിയാണിക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ആദ്യം അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഇടിച്ചിട്ട് നല്ല ഇഞ്ചി പരുവത്തിൽ, അധികം ഇടിക്കണ്ട കേട്ടോ, നല്ല ഒരു എന്താ പറയുക, ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ ചതച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇതപ്പോൾ തന്നെ നമ്മുടെ മീൻ പകുതി വെന്തിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള കട്ട് ചെയ്യണം. സവാള ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് 2-3 സവാള മതിയാവും. സവാള നന്നായിട്ട് കട്ട് ചെയ്യാം. പിന്നെ മസാലയ്ക്കുള്ള പാത്രം അടുപ്പത്താണ്ട് കയറ്റി വയ്ക്കുക. കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി പച്ചമണം മാറണ വരെ നറുക്കെടുക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് തക്കാളിയൊക്കെ വെള്ളത്തിലിട്ട് കഴുകാനുള്ള പരിപാടിയിൽ നോക്കാം. ആ സവാളയുടെ പച്ചമണോട് മാറി കിട്ടി കഴിഞ്ഞാൽ അത് നമ്മളെ ഇടിച്ചിട്ട ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ടുണ്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് ഇളക്കുക. ഇളക്കിയതിൻ്റെ ശേഷം അതിൻ്റെയും ഒരു പച്ചമണം മാറണ വരെ അവിടെ ഒന്ന് കിടക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തക്കാളി കട്ട് ചെയ്യാം. തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞാൽ അത് രണ്ട് മിക്സ് ചെയ്യാം. അത് രണ്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വാറണ വരെ അവിടെ കിടക്കണം. തക്കാളി ഒന്ന് ഓടിയട്ടെ. തക്കാളി വാടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി ഉണ്ട്. ആ പാത്രം അങ്ങനെ അടച്ചു വെച്ചിട്ടേ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. സ്പൈസസ് ഒന്ന് ചൂടാക്കി എടുക്കാം. ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഏലക്കായ, ഇച്ചിരി കരയാകുമ്പോൾ അതൊന്ന് മൂപ്പിച്ചിട്ടേ നമുക്ക് എടുക്കാം. പിന്നെ അത് കറുകപ്പട്ട, അതും ഇതേമാതിരി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റിയേക്കാം.
അത് കഴിഞ്ഞ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും എടുക്കണം കേട്ടോ. അതേമാതിരി മുന്തിരി ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗണിൽ ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതും കണ്ട് എടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ അരി കഴുകിയിട്ട് വെള്ളം നിറച്ച് വയ്ക്കാം. പിന്നെ മസാലയ്ക്കുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ വയ്ക്കാം. അതൊന്നും കൂടെ ഒന്നുണ്ട് ശരിയാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിനി കുറച്ച് മല്ലിച്ചപ്പ് അരിയാം. ഇനിയിപ്പോൾ അതാണ് ലാസ്റ്റ് അരിയാനുള്ളൂ. അത് കഴിഞ്ഞ് മസാലയൊക്കെ ഒന്ന് ഇളക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയുടെ മണം ഒക്കെ നല്ല അടിപൊളിയായിട്ട് അടിക്കണ്ടേ. അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ സാധനം പതുക്കെ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച പിന്നെ ചോറിനുള്ള പരിപാടി നോക്കാം. അത് അരി എത്രയാണോ എടുത്തത് അതിന് കണക്കാക്കിയിട്ട് വെള്ളം എടുക്കുക. വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഒരു 4 ഗ്ലാസ് വെള്ളം വയ്ക്കുന്നുണ്ട്. പിന്നെ അത് അടുപ്പത്തും കൊണ്ട് വെച്ചിട്ട് ഒരു ഇച്ചിരി ഓയിൽ വെച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ ബേ ലീഫ് ഇടാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് തിള പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച അരി അതിരിക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കുക, അല്ലെങ്കിൽ അരി പിടിക്കും. നമ്മൾ പിന്നെ സ്പൈസസൊക്കെ വറുത്ത് വെച്ചില്ലേ, അതതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട്? ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പിന്നെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ ഉപ്പ് കുറച്ചിട്ടുള്ളുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ സാധനം ആയി വരുന്നുണ്ട്. ചോറ് ഒരു 3/4 വേവിൻ്റെ അടുത്ത് ആയിരിക്കണം. ഇനി കുറച്ച് നെയ്യ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മതി. നമ്മളൊന്നും അധികം നെയ്യ് കഴിക്കാത്ത ആൾക്കാരാണ്. ഒരു പേരിന് കുറച്ച് നെയ്യ്. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അവിടെ വയ്ക്കുക. ഇച്ചിരി നേരം. ഇപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി അടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതാ പാത്രത്തിലിട്ടിട്ട് ദമ്മിടാനുള്ള പരിപാടി നോക്കാം നമുക്ക്. അതാ മസാലയൊക്കെ അതാ നമ്മുടെ വലിയ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും അതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഫിഷ് അതിലാണ്ട് ഇടാം. നല്ല ആവോലി ഇങ്ങനെ പൊരിച്ച് വെച്ച ആവോലി അതിലിങ്ങനെ പാകി വയ്ക്കുക. എന്നിട്ട് വീണ്ടും മണത്തിന് വേണ്ടി ഇച്ചിരി കൂടെ മല്ലിച്ചപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെതറി ഇങ്ങനെ കൊടുക്കാം. ഇതാ ചോറ് മിക്സ് ചെയ്യാൻ പോകണം, ദമ്മിടാൻ പോകണം കേട്ടോ. ചോറിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പരത്തി സെറ്റാക്കി വയ്ക്കാം. ബാക്കിയുള്ള മീൻ കുറച്ച് മേലെയും ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടേ. അതിൻ്റെ മേലെ ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വെതറി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടയ്ക്കാം. അടച്ചിട്ട് നന്നായിട്ട് ടാപ്പൊക്കെ അടിച്ചിട്ട് ശരിയാക്കാം. നന്നായിട്ട് ടൈറ്റ് പാക്കിൽ മാസ്കിൻ്റെ ടാപ്പൊക്കെ അടിച്ചിട്ട് ദമ്മിന് സെറ്റപ്പാക്കാം. അത് നമുക്കിതാ തീ കത്തിച്ചിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാ തീ. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നമ്മളെ ബിരിയാണി റെഡിയായി. നമ്മളിതാ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാക്കുന്ന വരെ നല്ല ഉഷാറുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ വിശപ്പിൻ്റെ ഉക്കൊണ്ട് ദമ്മ് പൊട്ടിക്കണൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതല്ല, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പകുതി കഴിച്ചതിൻ്റെ ശേഷമാണ് ഓർമ്മ വീഡിയോ എടുക്കണമല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അയയ്ക്കുക.